കർഷകർക്ക് ഓണസമ്മാനം. കടാശ്വാസ കമ്മീഷന്റെ തൂണ. ഇടുക്കിയിലെ ചെറുതോണിയിൽ നടന്ന കടാശ്വാസ കമ്മീഷന്റെ 3 ദിവസത്തെ സിറ്റിംഗ് സാമ്പത്തിക പ്രതിസന്ധിയിലായ കർഷകർക്ക് ഈ ഓണക്കാലത്ത് വലിയൊരാശ്വാസമായി. 3 ബെഞ്ചുകളിലായാണ് സിറ്റിംഗ് നടന്നത്. ബാങ്കുകളിൽ നിന്ന് കടമെടുത്ത തുകകൾ ഒഴിവാക്കി നൽകിയത് ഇടുക്കി ജില്ലയിലെ കർഷകർക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. കർഷകരുടെ കടങ്ങൾ എഴുതിത്തള്ളിയും തിരിച്ചടവ് തുക കുറച്ചും 1800ഓളം പേർക്കാണ് കമ്മീഷൻ പ്രയോജനം നൽകിയത്. ഇതിൽ 4 ലക്ഷം രൂപ വരെ തിരിച്ചടയ്ക്കേണ്ടിയിരുന്ന കടം 1,60,000 രൂപയായി കുറച്ചതുപോലുള്ള നിർണായക തീരുമാനങ്ങൾ കർഷകർക്ക് വലിയ പ്രതീക്ഷ നൽകി. കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് എബ്രഹാം മാത്യുവിന്റെ അധ്യക്ഷതയിൽ അഡ്വക്കേറ്റ് കെ. ആർ. രാജൻ, PA ഇസ്മായിൽ, ജോസ് പാലത്തിനാൽ എന്നിവരാണ് സിറ്റിംഗിൽ തീർപ്പുകൾ കൽപ്പിച്ചത്. ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തേ? മലനാട് ബാങ്കിൽ നിന്ന്. എത്ര രൂപ ലോൺ എടുത്താ? 4 ലക്ഷം. 4 ലക്ഷം. കമ്മീഷൻ എത്ര കുറച്ച് വന്നിരിക്കുന്നത്? എത്ര അടയ്ക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ 1,61,000 രൂപ അടയ്ക്കണം. ന്യായമായ ഒരു കുറവാണ് കുറച്ച് വന്നിരിക്കുന്നത്. വളരെ ആശ്വാസകരമായ ഒരു കാര്യം അല്ലേ? അതെ അതെ. അപ്പോൾ മുതലാണ് ഈ 4 ലക്ഷം രൂപ എടുത്തത്. പലിശ ഒന്നും കൂട്ടിയിട്ടില്ലല്ലോ? പലിശ എല്ലാം കൂടെ 6 ലക്ഷം രൂപ. 6 ലക്ഷം രൂപ വന്നതാണ്. അതിൻ്റെ എല്ലാം കൂടെയാണ് ഇപ്പോൾ 1,61,000 രൂപ അടച്ചാൽ മതി. ബാലഗ്രാം ബാങ്കിൽ നിന്നും ഉണ്ട്. 2 ബാങ്കിനും ഉണ്ടായിരുന്നു. അതിൽ 33,000 രൂപ ഉണ്ടായിരുന്നു ബാലഗ്രാം ബാങ്കിൽ പലിശ എല്ലാം. അതിൽ 9,500 രൂപ. അപ്പോൾ എത്ര നാൾ കൊണ്ട് അടയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? 6 മാസം. 6 മാസത്തിന് സമയം തന്നിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഓക്കെ. കൂടാതെ സംസ്ഥാനത്തുടനീളമുള്ള 35,000 കർഷകർക്കു കൂടി ഉടൻ കടാശ്വാസത്തിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് കെ. ആർ. രാജൻ അറിയിച്ചു. നമസ്കാരമുണ്ട്. നമസ്കാരം. ഈ നമ്മുടെ കേരള സർക്കാരിൻ്റെ ഈ കടാശ്വാസ കമ്മീഷൻ്റെ കർഷകർക്ക് വളരെ ഉപകാരപ്രദമെന്നാണ് കർഷകർ പലരും പറയുന്നത്. അത് പിന്നെ അതെങ്ങനെയാണ് നമ്മുടെ ഇത് എല്ലാവർക്കും നല്ല ഉപകാരപ്രദമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്? നമ്മുടെ കേരളത്തിലെ കർഷകരിൽ ഒരു നല്ല ശതമാനം ആളുകൾ ഇപ്പോഴും വലിയ ഉൽപ്പന്നങ്ങളുടെ വിലക്കുറവും പ്രകൃതിക്ഷോഭമൊക്കെ മൂലം കൃഷിക്കാർ പ്രയാസത്തിലാണ്. പ്രത്യേകിച്ച് ഇടുക്കി, വയനാട് ജില്ലകളിൽ കൃഷിയെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലത്തകർച്ച ഉണ്ടാകുന്നത് മൂലം അവർക്ക് പ്രയാസം അനുഭവിക്കുന്ന സമയത്ത് അവരെ സഹായിക്കുന്നതിന് വേണ്ടി ഗവൺമെൻറ് രൂപീകരിച്ചതാണ് ഈ കടാശ്വാസ കമ്മീഷൻ. ഇപ്പോൾ ഈ ഗവൺമെൻറ് ഈ കടാശ്വാസ കമ്മീഷൻ വഴി വളരെ നല്ല രീതിയിൽ കർഷകർക്ക് ആശ്വാസം പകരുന്ന നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഇടുക്കി, വയനാട് ജില്ലകളിലായി ഏകദേശം 40,000-ഓളം അപേക്ഷകൾ ആണ് കടാശ്വാസ കമ്മീഷൻ്റെ മുമ്പിലുള്ളത്. ഞങ്ങൾ സ്ഥിരമായി ഇടുക്കിയിലും വയനാട്ടിലും കമ്മീഷൻ്റെ സിറ്റിങ്ങുകൾ സംഘടിപ്പിച്ചുകൊണ്ട് കർഷകർക്ക് ആശ്വാസം നൽകുന്ന പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിച്ചു വരുന്നത്. പരമാവധി ഒരു കർഷകന് 2 ലക്ഷം രൂപ വരെ സഹായം നൽകുന്ന പദ്ധതിയാണിത്. ആ രീതിയിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ഒരു ആശ്വാസമാണ് ഗവൺമെൻറ് നൽകിക്കൊണ്ടിരിക്കുന്നത്. എത്ര പേരുടെ പരിഹരിച്ചു കാണാം നമ്മുടെ ഈ ചെറുതോണിയിൽ? ഇടുക്കി ജില്ലയിൽ ഈ 6, 7, 8 ഈ 3 ദിവസങ്ങളിലായി കമ്മീഷൻ്റെ 3 ബെഞ്ചുകളിൽ ഏകദേശം 800ഓളം അപേക്ഷകൾക്ക് തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. എത്ര ആൾക്കാർക്ക് നീ ഇതിൻ്റെ ഇത് ലഭിക്കാനുണ്ട്? നീ ഇടുക്കി ജില്ലയിൽ നമ്മളിപ്പോൾ 2020 ഓഗസ്റ്റ് മാസം വരെയുള്ള കർഷകരുടെ വായ്പകൾ സംബന്ധിച്ചുള്ള അപേക്ഷകളാണ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇനിയും ഏകദേശം ഒരു 38,000 അപേക്ഷകൾ ഇടുക്കിയിൽ പെൻഡിംഗ് ഉണ്ട്. എല്ലാ മാസവും പരമാവധി അപേക്ഷകൾ ഇടുക്കി ജില്ലയിലെ പരിഹരിച്ചുകൊണ്ട് കഴിയുന്നത്ര വേഗം ഈ മുഴുവൻ അപേക്ഷകളും കർഷകർക്ക് ആശ്വാസം നൽകുന്ന രീതിയിൽ അർഹതപ്പെട്ടവരെ എല്ലാം നോക്കി അത് നൽകാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എൻ്റെ പേര് വിനോദ്. എത്ര രൂപ ലോൺ എടുത്തായിരുന്നു? 1 രൂപ ഉണ്ടായിരുന്നു. 1 രൂപ ഉണ്ടായിരുന്നു. കമ്മീഷൻ എത്ര കുറച്ച് തന്നേ? 60,000 കുറച്ച് തന്നു. അതിന് ബാക്കി പകുതി പൈസ അടച്ചാൽ മതി. എങ്ങനെയുണ്ട് ഇത്? നല്ല സഹായമാണ് ചെയ്തിരിക്കുന്നത്. സർക്കാർ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലല്ലേ? ഏത് ബാങ്ക് ഏതായിരുന്നു? കാഞ്ചാർ സർവീസ് സഹകരണ ബാങ്ക്. ഓക്കെ, താങ്ക് യു. നിങ്ങൾ ഇവിടെ ഈ
കമ്മീഷനെ കാണാൻ വന്നിട്ടേ എങ്ങനെയുണ്ട്? ഇത് വളരെ കുറച്ചൊക്കെ തന്നോ? ഒത്തിരി നല്ലപോലെ കുറച്ചിട്ടുണ്ട്. ആ, നല്ലപോലെ കുറച്ചെന്ന് പറഞ്ഞാൽ 14,000 രൂപയും പലിശ മുടക്കുന്നത് അതിപ്പോൾ 3,500 രൂപ അടച്ചാൽ മതി. വളരെ 11 രൂപ അടുത്ത് കുറച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു കാര്യമായിരുന്നു അല്ലേ? നല്ല. ഏത് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തേ? തങ്കമണി ബാങ്കിൽ നിന്ന് ലോൺ എടുത്താ? തോപ്രാംകുടി ബാങ്കിൻ്റെ 30,000 രൂപ അടുത്തുണ്ടായിരുന്നു. അത് കൃത്യമായിട്ട് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല, 30-ലും കാണും. അപ്പോൾ അതിനകത്ത് 8,750 രൂപ അടച്ചാൽ മതി. അപ്പോൾ ഏതാണ്ട് 22 രൂപ മിച്ചം കുറച്ച് തന്നിട്ടുണ്ട്. 27,000 രൂപ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മീഷൻ്റെ ഇതിൽ അദാലത്തിൽ പങ്കെടുത്ത് വളരെ നന്നായില്ലേ? വളരെ ഉപകാരമായി, വളരെ ഉപകാരമായി. ചേട്ടൻ്റെ പേര്? എൻ്റെ പേര് മനോഹരൻ. മനോഹരൻ. ഓക്കെ ശരി. ഏത് ബാങ്കിൽ നിന്ന് വന്നാ? ഏത് ബാങ്കിൻ്റെ കീഴിലായിരുന്നു ലോൺ എടുത്താൽ? ഉടുമ്പന്നൂർ. എത്ര രൂപ ലോൺ എടുത്താ? 10,000 രൂപ. എത്ര കൂടെ കുറച്ച് തന്നു കമ്മീഷൻ? ഇപ്പം കുറച്ച് കമ്മീഷൻ എത്ര കുറച്ച് തരാമെന്ന് പറഞ്ഞത്? 7,500. 7,500 അടയ്ക്കാൻ പറഞ്ഞു. 2,500 അടച്ചാൽ മതി. 10,000 രൂപയിൽ 7,500 രൂപ കുറച്ച് തന്നു. അപ്പോൾ ഇവിടെ വന്നത് വളരെ നല്ലതല്ലേ? നല്ല കാര്യമായി. ഓക്കെ, താങ്ക് യു. സാമ്പത്തികമായി പിന്നോട്ട് പോയ കർഷകർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു വഴിയൊരുങ്ങുകയാണ് ഈ നീക്കത്തിലൂടെ. വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഷോജി അണക്കര.